ചെറുവത്തൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചിലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ നടുക്കത്തിൽ നിന്നും കവളപ്പാറ സ്വദേശി ഉണ്ണികൃഷ്ണൻ ഇനിയും മുക്തനായിട്ടില്ല. 15 വർഷത്തിനിടെ 2 വലിയ വെടിക്കെട്ട് അപകടങ്ങളിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ആഘാതത്തിലാണ് ഈ 57-കാരൻ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തമുഖത്തു നിന്നും അത്ഭുതകരമായാണ് കവളപ്പാറ സ്വദേശി ഉണ്ണികൃഷ്ണൻ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത്. അപകട സമയത്ത് വെടിപ്പുരയിൽ 40ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു. പണിക്കിടെ ശുചിമുറിയിലേക്ക് പോയി മടങ്ങി വരുമ്പോഴാണ് ആദ്യ സ്ഫോടനം നടന്നതെന്ന് ഉണ്ണികൃഷ്ണൻ ഓർക്കുന്നു. ഇന്നലെ ഞാൻ ബാത്റൂമിലേക്ക് പോയതാണ്. ബാത്റൂമിൽ പോയിട്ട് വരുമ്പോൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പൊട്ടൽ കേട്ടു. നേരെ ഞാൻ ബാക്കിൽ തിരിഞ്ഞ് ഓടിയപ്പോൾ ബാക്കിൽ വന്നിട്ടൊരു എന്തോ സാധനം കൊണ്ടുവന്നൊക്കെ വീണ് പൊട്ടി. ഞാനപ്പോൾ അവിടെ വീണോളെ അപ്പോൾ കവന്ന് പറഞ്ഞു. വീണിപ്പോൾ നീക്കാൻ പറ്റില്ല പറഞ്ഞു. പിന്നെ അവിടെ നീച്ചിട്ട് അവിടെ ചെരുപ്പൊക്കെ പോയി. പിന്നെ ഇവിടെ എന്തോ സാധനം അടിച്ചു. എന്നാലും വേദന സഹിച്ചിട്ട് അങ്ങനെ ഓടി രക്ഷപ്പെട്ടു. കുറേ വർഷമായിട്ട് അവിടെ 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് 3 വർഷമായിട്ട്. ശരിക്കും ഏതാണ്ട് എത്ര പേര് ഒപ്പം ഉണ്ടായിട്ടുണ്ടാവും പണിക്കാർ? ഒരു 10-40 പേര് കാണും. എന്തായാലും 40 പേരുണ്ടാവും. പിന്നീട് അതിൽ രക്ഷപ്പെട്ടവരാരെങ്കിലും കാണാൻ കഴിഞ്ഞോ? ഒരു വരുന്നൊരു ഒരാളെ കാണാൻ പറ്റി. പിന്നെ അവിടുന്ന് കണ്ണം പറഞ്ഞ ഒരാളുണ്ട്, കാണാൻ പറ്റി. പിന്നെ കുന്നങ്ങൾ ആൽത്തറ കാണാൻ പറ്റി. പിന്നെ വിൽസൺ പറഞ്ഞ വ്യക്തിനെ അവിടെ കാണാൻ പറ്റി. ചേട്ടൻ ഏത് ഭാഗത്താണ് പണിക്കുണ്ടായിരുന്നത്? തിരി കെട്ടുന്നിടത്താണോ അതോ? ഞാൻ നിറയ്ക്കുന്ന ഭാഗത്ത്. ശരിക്കും ആദ്യം തീ പിടിച്ചത് എവിടെയാ? അത് ഇവിടുന്ന് കാണാൻ പറ്റി, അറിയാൻ പറ്റി. അതൊക്കെ പുകയല്ല. അപ്പോഴേക്കും അവിടെ ഓടി. ഈ പൊട്ടലും പുക ഉള്ളതും ഓടി. അപകടം മണത്തതോടെ മരണഭയത്തോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഓടുന്നതിനിടെ തൊട്ടടുത്ത് പടക്കം പൊട്ടി വീണെങ്കിലും തളരാതെ ഓടിയതുകൊണ്ടാണ് ജീവൻ തിരികെ കിട്ടിയത്. ഇത് 2ാം തവണയാണ് ഉണ്ണികൃഷ്ണൻ സമാനമായ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. 2011-ൽ 12 പേരുടെ ജീവനെടുത്ത വാണിയംകുളം ത്രാങ്ങാലി വെടിക്കെട്ട് അപകടത്തിലും ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു. അന്ന് സ്വന്തം സഹോദരന്റെ ജീവൻ നഷ്ടപ്പെട്ട തീരാവേദന ഇന്നും ഉണ്ണികൃഷ്ണനെ വേട്ടയാടുന്നുണ്ട്. കൂടെ ജോലി ചെയ്തിരുന്ന പലരുടെയും വിയോഗവും പരിക്കേറ്റവരുടെ അവസ്ഥയും ഓർക്കുമ്പോൾ ഈ വെടിക്കെട്ട് തൊഴിലാളിയുടെ നെഞ്ചു പിടയുകയാണ്. സീമക്കൊന്ന മരങ്ങളൊക്കെ അവിടെയാണ് കുഞ്ഞാറിൻ്റെ വരണ്ടാണ്. ഞാൻ പണിയെടുത്താന്ന് സ്ഥലം വിടാണ്. അവിടെയും ഷെഡുണ്ടാകും. അവിടെയും ഷെഡ് പൊട്ടി. അവിടുന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു 2014. അതിന് പുറമെ മുണ്ടത്തിക്കോട് അപകടത്തിലും അതേമാതിരി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോകുന്നു. ത്രാങ്ങാലിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? അന്ന് ആ അപകടം നടക്കുന്ന സമയത്ത് ഷെഡിലുണ്ടോ? ഷെഡിൽ പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ ഇവിടെ പണിയിരുന്നത്. ഇവിടെ ഉളിയപ്പല. അവിടെ പൊട്ടിയപ്പോഴേക്കും ഞാൻ ഓടം നോക്കുമ്പോഴേക്കും ഇവിടുത്തെ ഉളിയപ്പല ഇറക്കി. അതായിരിക്കും ആകെ മണ്ണും പുകയായി. പിന്നെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നെ ഒരാഴ്ച വന്ന് നോക്കുമ്പോൾ ഞാൻ നിന്നാകുന്ന സ്ഥലത്തൊക്കെ ഓളാവൃത്തിൻ്റെ കട്ട വന്ന് പരഞ്ഞ ആൾക്കാണ്. ഓളാവൃത്തിൻ്റെ കോട്ട മുകളിൽ പോയിട്ട് പണി ഇരുന്നത് പരന്ന് കിടക്കുകയാണ്. എല്ലാം തകർന്നു. അപ്പോൾ ആ സ്പോട്ടിലോട് ഓടി ഇത് മുകളിൽ പോയിട്ട് താഴേക്ക് എത്തുന്ന. ന്യൂസ് ഡെസ്ക് CCV.